The Gospel according to St. John chapter 9 verse 5. As long as I am in the world, I am the light of the world. ഞാൻ ലോകത്തിൽ ഉള്ളിടത്തോളം നാൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. The man born blind in the Gospel according to St. John chapter 9 had never seen a sunrise, a face, or the temple's grandeur. Yet when Jesus passed by, something awakened in him, not in his eyes, but in his soul. ജന്മന കുരുടനായിരുന്ന മനുഷ്യൻ, അവനൊന്നുമേ കാണുവാൻ സാധ്യമല്ലായിരുന്നു. യേശു വഴിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ്റെ ആത്മാവ് ഉണർന്നു. He did not see Jesus with physical sight, but he heard him, trusted him, and obeyed him. ശാരീരികമായ കണ്ണുകൾ കൊണ്ടല്ല അവൻ യേശുവിനെ കണ്ടത്. പക്ഷേ അവൻ യേശുവിനെ കേട്ടു, യേശുവിൽ ആശ്രയിച്ചു, യേശുവിനെ അനുസരിച്ചു. And in doing so, he saw what many with perfect vision could not, the light of the world. യേശുവിൽ ആശ്രയിക്കുകയും യേശുവിനെ അനുസരിക്കുകയും ചെയ്തതുകൊണ്ട് കാഴ്ചയുള്ളവരെക്കാൾ ഭംഗിയായി അവനൊരു കാര്യം കണ്ടു. ലോകത്തിൻ്റെ വെളിച്ചത്തെ തന്നെ അവൻ കണ്ടു. Before the mud was placed on his eyes, before the pool of Siloam cleansed his sight, he had already begun to see through faith. ചെളിമണ്ണ് അവൻ്റെ കണ്ണിന്മേൽ പുരട്ടുന്നതിന് മുൻപ്, ശീലോവാം കുളത്തിൽ പോയി കഴുകുന്നതിന് മുൻപ്, വിശ്വാസത്തിലൂടെ അവൻ കാണുവാൻ തുടങ്ങി. His heart was opened before his eyes. അവൻ്റെ കണ്ണുകൾ തുറക്കുന്നതിന് മുൻപ് അവൻ്റെ ഹൃദയം തുറന്നു. Faith lit a lamp within him, and that light guided him to Christ even when the world tried to silence him. വിശ്വാസം അവൻ്റെ ഉള്ളിൽ ഒരു വിളക്ക് കത്തിച്ചു. ആ പ്രകാശമാണ് അവനെ ക്രിസ്തുവിലേക്ക് നയിച്ചത്. ലോകം അവനെ നിശബ്ദമാക്കുവാൻ ശ്രമിച്ചിട്ടും ആ പ്രകാശം അവനെ ക്രിസ്തുവിലേക്ക് നയിച്ചു. Sometimes in life we walk through shadows, confusion and doubt. ജീവിതമാകുന്ന പ്രയാണത്തിൽ പലപ്പോഴും അന്ധകാരവും സംശയവും ഒക്കെ നമുക്ക് ഉണ്ടാകാം. But the true blindness is not of the eyes. It is the refusal to believe, to trust, to hope. യഥാർത്ഥ അന്ധത കണ്ണിൻ്റേതല്ല, ഹൃദയത്തിൻ്റേതാണ്. വിശ്വസിക്കുവാൻ നമുക്ക് സാധ്യമാകാതാകുമ്പോൾ, ആശ്രയിക്കുവാൻ നാം മടി കാണിക്കുമ്പോൾ, പ്രത്യാശ നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ. Lent is our journey through the dark, holding fast to the one who is light himself. നോമ്പുകാലം ലോകത്തിലെ അന്ധകാരത്തിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. പക്ഷേ പ്രകാശമായവനെ ദർശിച്ചുകൊണ്ടും മുറുകെ പിടിച്ചുകൊണ്ടും നടക്കുന്നതിനാൽ ലോകത്തിൻ്റെ അന്ധകാരത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ സാധ്യമാകുന്നു. Let us ask for eyes of faith, eyes that see Christ even when the world is dim. വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ലോകത്തിൻ്റെ പ്രകാശം മങ്ങിയതാണെങ്കിലും വിശ്വാസത്തിൻ്റെ നയനങ്ങൾ കൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് ദർശിക്കുവാൻ സാധ്യമാകും. For to truly see is to believe, and to believe is to be made whole. യഥാർത്ഥ കാഴ്ച ഉൾക്കാഴ്ചയാണ്. നമ്മൾ വിശ്വസിക്കുമ്പോൾ ഉൾക്കാഴ്ച ഉണ്ടാകുന്നു. വിശ്വസിക്കുമ്പോൾ നാം പരിപൂർണർ ആക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.